ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി തൊട്ട് നിങ്ങൾക്ക് റേഞ്ച് പ്രോബ്ലം ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഞാൻ കോളേജിൽ വന്നാണ് ക്ലാസ് എടുക്കുന്നത്. സോ റേഞ്ച് പ്രോബ്ലം സോൾവ് ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പം എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് റെസ്പോൺസ് ചെയ്യാം. കേൾക്കുന്നില്ല വ്യക്തമായിട്ട്? ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ലാസ്റ്റ് പഠിച്ചത് മെൻസ്ട്രേഷൻ വരെ അല്ലായിരുന്നു ലാസ്റ്റ് എടുത്തത്. ആരെങ്കിലും ഒന്ന് റെസ്പോൺസ് ചെയ്യാം. അന്ന് റേഞ്ച് പ്രോബ്ലം കാരണം നമ്മൾ ലെഫ്റ്റ് ആയി പോയായിരുന്നു. സോ എവിടെയായിരുന്നു ലാസ്റ്റ് എടുത്ത് നിർത്തിയത്? ആരെങ്കിലും റെസ്പോൺസ് ചെയ്യാം. നിങ്ങൾക്ക് എവിടെയാണ് ലാസ്റ്റ് കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയാണ്. സെല്ല് വരെ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് 76ാമത്തെ വേർഡോട്ട് പോകാം. 75ാമത്തെ വേർഡ് വരെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഹൈഡ്രോ, ഇന്റർ, ഇൻട്ര, മാൽ, മൾട്ടി ആൻഡ് സെല്ല്. അവിടം വരെയാണ് എടുത്തത്. ഓക്കെ, നെക്സ്റ്റ് 76ാമത്തെ വേർഡ് കോൺസ്റ്റിപ്പേഷൻ. ഓക്കെ, ഓൾറെഡി ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ഈ 100 വേർഡ്സ് ആണ് പഠിക്കാനുള്ളതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. 100 വേർഡ്സ് കവർ ആയി കഴിയുമ്പോൾ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി MLT അനാട്ടമി ക്ലാസ് ഓൾറെഡി അവർ എക്സാം നടത്തിയിരുന്നു. മീൻസ് എങ്ങനെയായിരിക്കും എക്സാമിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആള് ഓഡിയോയും വീഡിയോയും അൺമ്യൂട്ട് ചെയ്യാം. അൺമ്യൂട്ട് ചെയ്തിട്ട് ആൻസർ പറയാം. മീൻസ് വൈവ മോഡലിലായിരിക്കും. ഓക്കെ, തിയറി അല്ല, മീൻസ് എഴുതുന്നില്ല. ജസ്റ്റ് വീഡിയോയും ഓഡിയോയും അൺമ്യൂട്ട് ചെയ്യുക. അൺമ്യൂട്ട് ചെയ്തിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആള് ആൻസർ ചെയ്യുക. ഓക്കെ, ആ ഒരു പാറ്റേൺ ആയിരിക്കും എക്സാമിന്. ഈ 100 വേർഡ്സ് കഴിയുമ്പോൾ ഈ 100 വേർഡ്സിന്റെ മീൻസ് ഫസ്റ്റ് എടുത്ത അനാട്ടമിയുടെ ഡെഫിനിഷൻ തൊട്ട് ഈ 100 വേർഡ്സ് വരെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും. മീൻസ് എക്സാം നടത്തുന്നതായിരിക്കും. ഒരു 10 മാർക്സിന്റെ ഉള്ള 10 മാർക്സിനുള്ളത് ചോദിക്കത്തുള്ളൂ. മീൻസ് എല്ലാവരും നിങ്ങളുടെ ആദ്യത്തെ ഫസ്റ്റ് എക്സാം ആണ്, അതുകൊണ്ട് വെറുപ്പിക്കുന്നില്ല. ജസ്റ്റ് 10 മാർക്സിനുള്ളത്രയും ഉണ്ടാവും. ഓക്കെ, ബട്ട് നിങ്ങൾ 100 വേർഡ്സ് വരെ പഠിക്കുക. എവിടെ നിന്ന് ഏത് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അതായത് അനാട്ടമി ഡെഫിനിഷൻ തൊട്ട് 100 വേർഡ്സ് വരെ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എക്സാമിന്റെ പാറ്റേൺ. ഓക്കെ, എക്സാം എന്നാ വേണ്ടതെന്ന് നിങ്ങൾ പറയാം. ഓക്കെ, എക്സാം എന്നാ വേണ്ടതെന്ന് നിങ്ങളാണ് പറയുന്നത്. മീൻസ് നിങ്ങൾക്ക് എന്നാണ് പ്രിഫറബിൾ ആയിട്ടുള്ളത് ആ ഡേയിൽ മാത്രമായിരിക്കും ഞാൻ എക്സാം കണ്ടക്ട് ചെയ്യാം. ഓക്കെ, ആരെങ്കിലൊക്കെ അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് പറയാം. മീൻസ് നമുക്ക് ഇന്നുകൊണ്ട് കവർ ചെയ്യാവുന്നതുള്ളൂ 100 വേർഡ്സ്. ഓക്കെ, വേഗം പറയാം. ആരെങ്കിലൊക്കെ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. നിങ്ങൾക്ക് എക്സാം എന്നാ വേണ്ടതെന്ന് പറയാം. ആരെങ്കിലൊക്കെ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം എക്സാം എന്നത്തേക്കാണ് വേണ്ടതെന്ന് പറയാം. അതായത് അനാട്ടമി ഡെഫിനിഷൻ തൊട്ട് ഈ 100 വേർഡ്സ് വരെ നിങ്ങൾക്ക് എന്നാ പ്രിഫറബിൾ അന്നായി ഞങ്ങൾ കണ്ടക്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഓൾറെഡി MLT സ്റ്റുഡൻസിനെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. നിങ്ങൾക്ക് ഒരു ഡേറ്റ്, ഏതെങ്കിലും ഒരു ഡേറ്റ് നിങ്ങൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ് പറയാം. ബാക്കിയുള്ളവർ അതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം, മറുപടി പറയാം. അൺമ്യൂട്ട് ചെയ്യാറില്ല. ഞാൻ പേര് വിളിക്കുന്നില്ല. ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. MLT സ്റ്റുഡൻസ് ആയിട്ട് റെസ്പോൺസ് ചെയ്തു. അവർ പറഞ്ഞ ഡേറ്റിൽ തന്നെയാണ് ഞാൻ എക്സാം കണ്ടക്ട് ചെയ്തത്. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് റെസ്പോൺസ് ചെയ്യുക ആരെങ്കിലും. ആരും റെസ്പോൺസ് ചെയ്തില്ല. ഈ മാസം 30 ലോങ് അല്ലേ? 25 ഈ ഫ്രൈഡേ പറ്റത്തില്ല നിങ്ങൾക്ക്? ഈ ഫ്രൈഡേ പറ്റുമോ? ഓക്കെ അല്ലേ? വേണ്ട. ഓക്കെ, ഞാൻ തന്നെ പറയാം. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ യെസ് പറയാം. ഓക്കെ, അതായത് നെക്സ്റ്റ് മൺഡേ കണ്ടക്ട് ചെയ്യാം. നെക്സ്റ്റ് മൺഡേ മീൻസ് സൺഡേ. ഓക്കെ ആണോ? ഓക്കെ, വേറെ ആരെങ്കിലും? ഓക്കെ, 2 പേരുടെ റെസ്പോൺസേ വന്നിട്ടുള്ളൂ. വേറെ ആരെങ്കിലും പറയാം. ഓക്കെ ഓക്കെ, അപ്പം എക്സാം നെക്സ്റ്റ് മൺഡേ ആയിരിക്കും. അതായത് അനാട്ടമി ഡെഫിനിഷൻ തൊട്ട് ഈ 100 വേർഡ്സ് വരെ ആയിരിക്കും. ജസ്റ്റ് 10 മാർക്സിന്റെ ആയിരിക്കും. വൈവ മോഡൽ ആയിരിക്കും. ദെൻ ഓഡിയോ ആൻഡ് വീഡിയോ അൺമ്യൂട്ട് ചെയ്തിട്ട് ഞാൻ ചോദിക്കുന്ന ആളെ ആൻസർ ചെയ്യും. ആ ഒരു പാറ്റേൺ ആയിരിക്കും. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ആരെങ്കിലും റെസ്പോൺസ് ചെയ്യുക. ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് 76ാമത്തെ വേർഡിലോട്ട് പോകാം. 76ാമത്തെ വേർഡ് കോൺസ്റ്റിപ്പേഷൻ. ഓക്കെ, കോൺസ്റ്റിപ്പേഷൻ എന്താണെന്ന് മീനിങ് നോക്കാം.
a condition in which there is difficulty in emptying the bowels, usually associated with hardened feces. അതായത് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മലബന്ധനത്തെയാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. എ കണ്ടീഷൻ ഇൻ വിച്ച് there is difficulty in emptying the bowels, usually associated with hardened feces. അതായത് ഫീസസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞ സ്റ്റൂൾ മീൻസ് മലം. അതായത് ബവൽസിൽ നിന്ന്, ബവൽസ് എന്ന് പറഞ്ഞാൽ ഉദരം അല്ലെങ്കിൽ നമ്മുടെ കുടൽ. ഓക്കെ, ഉദരം അല്ലെങ്കിൽ കുടൽ. ആ കുടലിൽ നിന്ന് എന്താ പറയാ, നമ്മുടെ വേസ്റ്റ് പ്രോഡക്ട്സിനെ കറക്റ്റ് ആയിട്ട് പുറന്തള്ളാൻ കഴിയാൻ പറ്റാത്തൊരവസ്ഥ. അത് യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് ഹാർഡൻഡ് ഫീസ് ആയിരിക്കും. ഹാർഡൻഡ് ഫീസസ് എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള സ്റ്റൂൾ ആയതുകൊണ്ട്, കട്ടിയുള്ള സ്റ്റൂൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കുടലിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിൽ നിന്ന് നമുക്ക് എംപ്റ്റി ചെയ്യാൻ മീൻസ് കാലിയാക്കാൻ പറ്റാതെ വരും. ആ ഒരു കണ്ടീഷനെയാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്, മലബന്ധനം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, 77ാമത്തെ വേർഡിലോട്ട് പോകാം. ഒന്നുകൂടി പറയണോ? ഓക്കെ, ഒന്നുകൂടി പറയാം. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മലബന്ധനം. ഡെഫിനിഷൻ, എ കണ്ടീഷൻ ഇൻ വിച്ച് there is difficulty in emptying the bowels. അതായത് നമ്മുടെ കുടലിൽ നിന്ന് അല്ലെങ്കിൽ ഉദരത്തിൽ നിന്ന് വേസ്റ്റ് പ്രൊഡക്ട്സിനെ നമുക്ക് കാലി ചെയ്യാൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് മീൻസ് പുറന്തള്ളാൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് ഹാർഡൻഡ് ഫീസസ് മീൻസ് കട്ടിയുള്ള സ്റ്റൂൾ കാരണമാണ്, നമുക്ക് കട്ടിയുള്ള മലം കാരണമാണ് നമുക്കിത് പാസ് ചെയ്യാൻ പറ്റാത്തത്. ആ ഒരു കണ്ടീഷനെയാണ് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധനം എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ഗീവ് റെസ്പോൺസ്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് 77ാമത്തെ വേർഡ് ഡയേറിയ. ഡയേറിയ എന്ന് പറഞ്ഞാൽ വയറിളക്കം. ഓക്കെ, ഡയേറിയ എന്ന് പറഞ്ഞാൽ വയറിളക്കം. ഓക്കെ, അതിന്റെ മീനിങ് എന്താന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ലൂസ് വാട്ടറി സ്റ്റൂൾസ് 3 or more times a day. It is a loose watery stools 3 or more times a day. അതായത് വാട്ടറി ആയിട്ടുള്ള സ്റ്റൂള് മീൻസ് ലൂസ് ആയിട്ടുള്ള സ്റ്റൂൾ മീൻസ് ലൂസ് ആയിട്ടുള്ള മലം. ഓക്കെ, 3 or more times a day. അതായത് ഒരു ദിവസം തന്നെ മൂന്നോ അതിൽ കൂടുതലോ തവണ വാട്ടറി ആയിട്ടുള്ള സ്റ്റൂൾ പാസ് ചെയ്യുന്നതിനെയാണ് ഡയേറിയ എന്ന് പറയുന്നത്. ഓക്കെ, വയറിളക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ 3 അതിൽ കൂടുതലോ ടൈം ലൂസ് ആയിട്ടുള്ള സ്റ്റൂള്, വാട്ടറി ആയിട്ടുള്ള സ്റ്റൂള് പാസ് ചെയ്യുന്നതിനെയാണ് ഡയേറിയ എന്ന് പറയുന്നത്, മീൻസ് വയറിളക്കം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് 78ാമത്തെ വേർഡ് വോമിറ്റ്. 78ാമത്തെ വേർഡ് വോമിറ്റ്. ഓക്കെ, മീനിങ് eject matter from the stomach through the mouth. Eject matter from the stomach through the mouth. അതായത് ഇജക്ട് എന്ന് പറഞ്ഞാൽ പുറന്തള്ളുക. അതായത് വയറിലുള്ള, സ്റ്റൊമക് എന്ന് പറഞ്ഞാൽ വയർ. ഓക്കെ, വയറിലുള്ള വസ്തുവിനെ വായിൽ കൂടി പുറന്തള്ളുന്നതിനെയാണ് വോമിറ്റിംഗ് എന്ന് പറയുന്നത്, വോമിറ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ഇജക്ട് മാറ്റർ ഫ്രം ദ സ്റ്റൊമക് ത്രൂ ദ മൗത്ത്. വയറിലുള്ള മാറ്ററിനെ, മാറ്റർ എന്ന് പറഞ്ഞാൽ വസ്തുവിനെ വായിൽ കൂടി ഇജക്ട് ചെയ്യുക. ഇജക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുറന്തള്ളുന്നതിനെയാണ് വോമിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് 79ാമത്തെ വേർഡ് റെസ്പിറേഷൻ മീൻസ് ശ്വസനം. ഇത് ആക്ട് ഓഫ് ബ്രീത്തിങ്. ആക്ട് ഓഫ് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ ശ്വസനം, ശ്വസനത്തിന്റെ ആ പ്രവർത്തനത്തെ മീൻസ് ശ്വസന പ്രക്രിയനെ പറയുന്നതാണ് റെസ്പിറേഷൻ. മീനിങ് ദ ആക്ട് ഓഫ് ബ്രീത്തിങ്. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ശ്വസനം, മീനിങ് ദ ആക്ട് ഓഫ് ബ്രീത്തിങ്. ദ ആക്ട് ഓഫ് ബ്രീത്തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വസനത്തിന്റെ ആ ഒരു പ്രവർത്തനത്തെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയനെ പറയുന്ന പേരാണ് റെസ്പിറേഷൻ. ഓക്കെ, നെക്സ്റ്റ് 80ാമത്തെ വേർഡ് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യുൽപാദനം. ഓക്കെ, മീനിങ് ദ പ്രൊഡക്ഷൻ ഓഫ് ഓഫ്സ്പ്രിങ് ബൈ എ സെക്ഷൽ ഓർ അസെക്ഷൽ പ്രോസസ്. ഓക്കെ, ഓഫ്സ്പ്രിങ് എന്ന് പറഞ്ഞാൽ സന്താനം അല്ലെങ്കിൽ പുതിയ സന്തതി. ഓക്കെ, അതായത് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യുൽപാദനം എന്നാണ്. മീനിങ് വരുമ്പോൾ ദ പ്രൊഡക്ഷൻ ഓഫ് ഓഫ്സ്പ്രിങ് ബൈ എ സെക്ഷൽ ഓർ അസെക്ഷൽ പ്രോസസ്. അതായത് ലൈംഗിക ബന്ധത്തിൽ കൂടിയോ അല്ലെങ്കിൽ അലൈംഗിക ബന്ധത്തിൽ കൂടിയോ പുതിയ സന്താനത്തെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, റീപ്രൊഡക്ഷൻ ഇത് പ്രൊഡക്ഷൻ ഓഫ് ഓഫ്സ്പ്രിങ് ബൈ എ സെക്ഷൽ ഓർ അസെക്ഷൽ പ്രോസസ്. അതായത് ലൈംഗിക ബന്ധത്തിൽ കൂടിയോ അല്ലെങ്കിൽ അലൈംഗിക ബന്ധത്തിൽ കൂടിയോ പുതുതായിട്ട് ഓഫ്സ്പ്രിങ്ങിനെ, പുതിയ സന്തതിനെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയനെ പറയുന്ന പേരാണ് റീപ്രൊഡക്ഷൻ. മീൻസ് അസെക്ഷൽ മീൻസ് സെക്ഷൽ ആണ് ഹ്യൂമൻസിൽ, അസെക്ഷൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ജീവികളിലൊക്കെ അസെക്ഷൽ പ്രൊഡക്ഷൻ ആണ്. ഓക്കെ, അതെല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീടുള്ള റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പഠിക്കുന്നതാണ്. ഓക്കെ, റീപ്രൊഡക്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രത്യുൽപാദനമാണ് ദ പ്രൊഡക്ഷൻ ഓഫ് ഓഫ്സ്പ്രിങ് ബൈ എ സെക്ഷൽ ഓർ അസെക്ഷൽ
പ്രോസസ്. ഓഫ്സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ സന്താനം, പുതിയ സന്തതി. ഓക്കെ, നെക്സ്റ്റ് 81ാമത്തെ വേർഡ് പോസ്റ്റ്. നമ്മൾ ഇനിയുള്ള അനാട്ടമി ക്ലാസ്സിലൊക്കെ പോസ്റ്റ്, ഓക്കെ, പോസ്റ്റ് എന്നുള്ള വേർഡ് കുറെ സ്ഥലത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ മീൻസ് ശേഷം. ഓൾറെഡി എന്താ പറയുക, പോസ്റ്റ് ഗ്രാജുവേഷൻ മീൻസ് ഗ്രാജുവേഷന് ശേഷമുള്ള മീൻസ് ഡിഗ്രിക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, PG ചെയ്യുന്നത്. ഓക്കെ, പോസ്റ്റ് ഗ്രാജുവേഷൻ. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ. നെക്സ്റ്റ് 82ാമത്തെ വേർഡ് പ്രീ. പ്രീ എന്ന് പറഞ്ഞാൽ ബിഫോർ. പ്രീ എന്ന് പറഞ്ഞാൽ ബിഫോർ. ഇപ്പൊ എന്താ പറയാ, എക്സാം പ്രീപോണ്ടായി എന്ന് പറയില്ലേ, പ്രീപോണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ ഡേറ്റിന് മുന്നേ എക്സാം നടത്തുക. പ്രീ എന്ന് പറഞ്ഞാൽ ബിഫോർ. ഓക്കെ, മീൻസ് മുന്നേ. ഓക്കെ, 83ാമത്തെ വേർഡ് അബ്നോർമൽ. 83ാമത്തെ വേർഡ് അബ്നോർമൽ. അബ്നോർമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് നോക്കാം. ഡീവിയേറ്റിംഗ് ഫ്രം ദ നോർമൽ ഇൻ സ്ട്രക്ചർ, പൊസിഷൻ, ഒക്യുറൻസ്. എക്സാമ്പിൾ ഗ്രോത്ത്. ഓക്കെ, അബ്നോർമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ deviating from the normal in structure, position, occurrence. ഓക്കെ, അതായത് അബ്നോർമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് സ്ട്രക്ചറിൽ നിന്നുള്ള വ്യത്യാസമാകാം, മീൻസ് രൂപത്തിൽ നിന്നുള്ള വ്യത്യാസം ഉണ്ടാകാം, അല്ലെങ്കിൽ പൊസിഷൻ ഒരു സ്ഥാനത്ത് നിന്നുള്ള വ്യത്യാസം ഉണ്ടാകാം, അല്ലെങ്കിൽ ഒക്യുറൻസ് ഒരു സംഭവത്തിൽ നിന്നുണ്ടാകുന്ന വേരിയേഷൻ. ഇതിൽ നിന്നെല്ലാം ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഇതിൽ നിന്ന് നോർമൽ ആയിട്ടുള്ള ഇതിൽ നിന്നുള്ള എല്ലാ വ്യത്യാസങ്ങളെയും അബ്നോർമൽ എന്ന് വിളിക്കും. ഓക്കെ, ഒന്നുകൂടി പറയാം. അബ്നോർമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീവിയേറ്റിംഗ് ഫ്രം ദ നോർമൽ ഇൻ സ്ട്രക്ചർ, പൊസിഷൻ, ഒക്യുറൻസ്. മീൻസ് ഇപ്പൊ എന്താ പറയാ, എക്സ്ട്രാ ആയിട്ട് നമ്മുടെ ബോഡീസിൽ ട്യൂമർ ഒക്കെ ഉണ്ടാവില്ല, മുഴയൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ എന്താണ്, അബ്നോർമൽ ഗ്രോത്ത് ആണ്. മീൻസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്തതാണ്. ഓക്കെ, അബ്നോർമൽ ആയിട്ട് ഉണ്ടാകുന്ന മുഴകളൊക്കെ മീൻസ് മുഴകളൊക്കെ അബ്നോർമൽ ഗ്രോത്ത് ആണ്. മീൻസ് നമ്മുടെ ശരീരത്തിന് അതുകൊണ്ട് യാതൊരു യൂസും ഇല്ല, അതൊക്കെ അബ്നോർമൽ ആണ്. മീൻസ് എക്സാക്ട് സ്ട്രക്ചറിൽ നിന്ന് മാറുന്ന, ഓക്കെ, സ്ട്രക്ചറിൽ നിന്ന് രൂപത്തിൽ നിന്ന് വ്യത്യാസം വരുന്ന, അല്ലെങ്കിൽ പൊസിഷനിൽ നിന്ന് സ്ഥാനത്തിൽ നിന്ന് വ്യത്യാസം വരുന്ന, അല്ലെങ്കിൽ ഒക്യുറൻസ് എന്തെങ്കിലുമൊക്കെ സംഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രക്രിയനൊക്കെ വ്യതിയാനം ഉണ്ടാകുന്നതിനെയാണ് അബ്നോർമൽ എന്ന് വിളിക്കുന്നത്. അതായത് നോർമൽ ആയിട്ടുള്ളതിൽ നിന്നുള്ള വ്യത്യാസത്തെ അല്ലെങ്കിൽ വേരിയേഷൻ അല്ലെങ്കിൽ ഡീവിയേഷനെയാണ്, വ്യതിയാനത്തെയാണ് അബ്നോർമൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 84ാമത്തെ വേർഡ് അക്വേർഡ്. അക്വേർഡ്. അക്വേർഡ് എന്ന് പറഞ്ഞാൽ എ ഡിസോർഡർ which develops any time after birth. Acquired എന്ന് പറഞ്ഞാൽ a disorder which develops any time after birth. ഓക്കെ, അക്വേർഡും കൺജനൈറ്റൽ എന്ന് പറഞ്ഞാണ് നമ്മൾ അനാട്ടമി ക്ലാസ്സിൽ ഇനി പഠിക്കും. അപ്പൊ അക്വേർഡ് ഡിസോർഡേഴ്സ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കും. ഓക്കെ, അക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a disorder which develops any time after birth. അതായത് നമ്മുടെ ജനനശേഷം, അതായത് നമ്മൾ ജനിച്ചതിന് ശേഷം ഉണ്ടാകുന്ന അസുഖങ്ങൾ മീൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന അസുഖങ്ങളെ മെൻഷൻ ചെയ്യാനാണ് അക്യൂർഡ് എന്ന്. ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസുഖങ്ങൾ, ഓക്കെ, കണ്ടീഷൻ ഡിസീസിനെയാണ് ഡിസോർഡർ എന്ന് പറയാം. ഡിസോർഡർ എന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ. ഓക്കെ, അതായത് നമ്മൾ ജനിച്ചതിന് ശേഷം ഡെവലപ്പ് ചെയ്യുന്ന മീൻസ് ഉണ്ടാകുന്ന അല്ല വികസിക്കുന്ന അസുഖങ്ങളെ അല്ലെങ്കിൽ ഉണ്ടാകുന്ന അസുഖങ്ങളെ മെൻഷൻ ചെയ്യാനാണ് അക്യൂർഡ് എന്ന് വേർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം. അക്യൂർഡ് എന്ന് പറഞ്ഞാൽ എ ഡിസോർഡർ വിച്ച് ഡെവലപ്സ് എനി ടൈം ആഫ്റ്റർ ബർത്ത്. അതായത് നമ്മൾ ജനിച്ചതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന അസുഖങ്ങളെ മെൻഷൻ ചെയ്യാനാണ് അക്യൂർഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 85ാമത്തെ വേർഡ് കൺജനൈറ്റൽ. കൺജനൈറ്റൽ. ഓക്കെ, ഇൻ ദാറ്റ് മീനിങ് എ ഡിസോർഡർ വിച്ച് വൺ ഈസ് ബോൺ വിത്ത്. അതായത് എ ഡിസോർഡർ വിച്ച് വൺ ഈസ് ബോൺ വിത്ത്. കൺജനൈറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ജനിക്കുമ്പോൾ തന്നെ നമുക്ക് അസുഖം ഉണ്ടാകും. ജനിച്ച പാടെ തന്നെ നമുക്ക് മീൻസ് ജന്മന നമുക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളെയാണ് കൺജനൈറ്റൽ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ എന്താ പറയാ, ക്ലെഫ്റ്റ് ലിപ്പ് മീൻസ് മുറിച്ചുണ്ട്, എന്താ പറയാ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അംഗവൈകല്യങ്ങൾ ജന്മന നമുക്ക് കാഴ്ച ഉണ്ടാവാതിരിക്കുക, അല്ലെങ്കിൽ അതുപോലുള്ള കണ്ടീഷൻസിനെയൊക്കെ മെൻഷൻ ചെയ്യാനാണ് കൺജനൈറ്റൽ എന്ന് പറഞ്ഞാൽ. മീൻസ് കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന അസുഖങ്ങളെ മെൻഷൻ ചെയ്യാൻ. ഓക്കെ, അതിന് മെൻഷൻ ചെയ്യാനാണ് കൺജനൈറ്റൽ എന്ന വേർഡ് ഉപയോഗിക്കുന്നത്. അക്യൂർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജനിച്ചതിന് ശേഷം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡെവലപ്പ് ആകാം. ഇപ്പൊ കൊറോണ, ഓക്കെ, കൊറോണ ഇപ്പൊ എന്താ പറയാ, നമ്മൾ ജനിച്ചതിന് ശേഷം ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് അഫക്ട് ചെയ്യാം. ഓക്കെ, അത് അക്യൂർഡ് ഡിസോർഡറിന് എക്സാമ്പിൾ ആണ്. കൺജനൈറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, മുറിച്ചുണ്ട്, അതുപോലുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് ജന്മന കിട്ടുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ളതിനെയാണ് കൺജനൈറ്റൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് 86ാമത്തെ വേർഡ് ഇൻസ്പിരേഷൻ. ഇൻസ്പിരേഷൻ, ദ ഫിസിക്കൽ പ്രോസസ് ഓഫ് ബ്രീത്തിങ് ഇൻ. അതായത് റെസ്പിറേഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് ശ്വസന പ്രക്രിയനെ പറയുന്ന പേരാണ് റെസ്പിറേഷൻ, ആക്ട് ഓഫ് ബ്രീത്തിങ്. ശ്വസനം എന്ന് പറഞ്ഞ ആ പ്രവർത്തനത്തെയാണ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ. ആ റെസ്പിറേഷനിൽ രണ്ടെണ്ണം വരും. അതായത് ഇൻസ്പിരേഷൻ പ്ലസ് എക്സ്പിരേഷൻ ഈസ് ഈക്വൽ ടു
റെസ്പിറേഷൻ എന്നാണ്. ഓക്കെ, ഇൻസ്പിരേഷൻ പ്ലസ് എക്സ്പിരേഷൻ ഇസ് ഈക്വൽ ടു ആണ് റെസ്പിറേഷൻ. അതായത് ഇൻസ്പിരേഷനും എക്സ്പിരേഷനും ചേർന്നാൽ മാത്രമേ റെസ്പിറേഷൻ എന്ന് പറഞ്ഞ പ്രക്രിയ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഉച്ഛ്വാസം നിശ്വാസം എന്നൊക്കെ പറഞ്ഞ് ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഇൻസ്പിരേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫിസിക്കൽ പ്രോസസ് ഓഫ് ബ്രീത്തിങ് ഇൻ മീൻസ് ഓക്സിജനെ ഉള്ളിലോട്ട്, നമ്മൾ ഓക്സിജനെ ശരീരത്തിന് ഉള്ളിലോട്ട് എടുക്കുന്ന പ്രോസസ്സിനെയാണ് ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത്. ബ്രീത്തിങ് ഇൻ ആണ്. ഓക്കെ, സെക്കൻഡ് 87ാമത്തെ വേർഡ് എക്സ്പിരേഷൻ. ഇത് ഫിസിക്കൽ പ്രോസസ് ഓഫ് ബ്രീത്തിങ് ഔട്ട്. അതായത് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്ന പ്രവർത്തനത്തെ അല്ലെങ്കിൽ ശ്വാസം പുറത്തേക്ക് വിടുന്നതിനെ അതിനെ എക്സ്പിരേഷൻ എന്ന് പറയുന്നു. ഇൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുന്ന പ്രോസസ്സിന് പറയുന്നത്. അതായത് ഓക്സിജനെ നമ്മൾ ഉള്ളിലോട്ട് എടുക്കുന്ന പ്രോസസ്സിന് ഇൻസ്പിരേഷൻ എന്ന് പറയുന്നു. എക്സ്പിരേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ പുറന്തള്ളുന്ന അല്ലെങ്കിൽ ശ്വാസം നമ്മൾ പുറന്തള്ളുന്നതിന് എക്സ്പിരേഷൻ എന്ന് പറയുന്നു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് 88ാമത്തെ വേർഡ് ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്. ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്. ഓക്കെ, ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് മീനിങ് നോക്കാം. ഫ്ലൂയിഡ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ബോഡി സെൽസ്, ഓൾസോ നോൺ ആസ് ടിഷ്യൂ ഫ്ലൂയിഡ്. ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിനെ തന്നെയാണ് ടിഷ്യൂ ഫ്ലൂയിഡ് എന്നും വിളിക്കുന്നത്. ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിനെ തന്നെ വേറൊരു പേരാണ് ടിഷ്യൂ ഫ്ലൂയിഡ്. ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലൂയിഡ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ സെൽസ്, കോശങ്ങൾക്കിടയിൽ മീൻസ് രണ്ട് കോശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡിനെ, ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ വാട്ടർ പ്രസൻസ് മീൻസ് വാട്ടറി ആയിട്ടുള്ള വെള്ളത്തിന്റെ ഫോമിലുള്ള, ഓക്കെ, ദ്രാവക രൂപത്തിലുള്ള, ഓക്കെ, അതായത് കോശങ്ങൾക്കിടയിലുള്ള ദ്രാവക രൂപത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഫ്ലൂയിഡിനെ, കോശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡിനെയാണ് ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇതിനെ തന്നെ വേറൊരു പേര് വിളിക്കും ടിഷ്യൂ ഫ്ലൂയിഡ് എന്നും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ബോഡി സെൽസ്, ഓൾസോ നോൺ ആസ് ടിഷ്യൂ ഫ്ലൂയിഡ്. അതായത് കോശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡിനെയാണ് ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അതിന്റെ വേറൊരു പേരാണ് ടിഷ്യൂ ഫ്ലൂയിഡ്. ഓക്കെ, നെക്സ്റ്റ് 89ാമത്തെ വേർഡിലോട്ട് പോകാം. 89ാമത്തെ വേർഡ് ഹെമറേജ്. ഓക്കെ, ഹെമറേജ് എന്ന് പറഞ്ഞ മീനിങ് പ്രൊഫ്യൂസ് ബ്ലഡ് ലോസ്. പ്രൊഫ്യൂസ് ബ്ലഡ് ലോസ്, രക്തം ഒഴുകുന്നതിന്, രക്തം നഷ്ടപ്പെടുത്തുന്നതിന് ആണ് ഹെമറേജ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലഡ് ലോസ് എന്ന് പറഞ്ഞാൽ രക്തം നഷ്ടമാവുക, പ്രൊഫ്യൂസ് എന്ന് പറഞ്ഞാൽ ഒഴുക്കുക, രക്തം ഒഴുക്കുക മീൻസ് രക്തം നഷ്ടപ്പെടുത്തി കളയാന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അതാണ് ഹെമറേജ്. ഓക്കെ, മീൻസ് ബ്ലഡ് ലോസിനെയാണ് എന്ത് പറയാ, ഹെമറേജ് എന്ന് പറയുന്നത്. രക്തം നഷ്ടമാകുന്നതിനെയാണ് ഹെമറേജ് എന്ന് പറയുന്നത്. ഓക്കെ, 90ാമത്തെ വേർഡ് എഡിമ. എഡിമ. ഓക്കെ, മീനിങ് ടിഷ്യൂ സ്വെല്ലിംഗ് ഡ്യൂ ടു കളക്ഷൻ ഓഫ് ഫ്ലൂയിഡ് ഇൻ ദ ഇൻട്രാസെല്ലുലാർ സ്പേസ്. എഡിമ എന്ന് പറഞ്ഞാൽ ടിഷ്യൂ സ്വെല്ലിംഗ് ഡ്യൂ ടു ദ കളക്ഷൻ ഓഫ് ഫ്ലൂയിഡ് ഇൻ ദ ഇൻട്രാസെല്ലുലാർ സ്പേസ്. ഓക്കെ, ഇന്റർസെല്ലുലാർ സ്പേസിൽ. അതായത് എഡിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീര് വെക്കുകയില്ലേ, നമ്മുടെ ശരീരം കാല് കൈയൊക്കെ നീര് വെക്കൂലേ, എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻസ് എന്തെങ്കിലുമൊക്കെ അസുഖം വരുമ്പോൾ കാലും കൈയൊക്കെ നീര് വെക്കൂലേ, അതിനെയാണ് എഡിമ എന്ന് പറയുന്നത്. അതിന്റെ മീനിങ്ങിലോട്ട് വരുമ്പോൾ ടിഷ്യൂ സെല്ലിംഗ് ആണ്. ടിഷ്യൂ സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കലകൾക്ക് ഉണ്ടാകും. സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നീര്. ഓക്കെ, സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നീര്, നമ്മുടെ കലകൾ നീര് വെക്കും. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർസെല്ലുലാർ സ്പേസിൽ ഫ്ലൂയിഡ് നിറഞ്ഞിട്ട്, അതായത് കോശത്തിന്റെ അകത്ത് ഉള്ള സ്പേസിലെല്ലാം എന്ത് ആകും, ഫ്ലൂയിഡ് നിറയും, വെള്ളം നിറയും. അങ്ങനെ വെള്ളം നിറഞ്ഞിട്ട് നമ്മുടെ കാലും കൈയൊക്കെ എന്താകും, ടിഷ്യൂ സെല്ലാകും മീൻസ് നീര് വെക്കും. അതിനെയാണ് എഡിമ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ടിഷ്യൂ സെല്ലിംഗ് ഡ്യൂ ടു കളക്ഷൻ ഓഫ് ഫ്ലൂയിഡ് ഇൻ ദ ഇൻട്രാസെല്ലുലാർ സ്പേസ്. നമ്മുടെ കോശങ്ങൾക്ക് ഇന്റർ എന്ന് പറഞ്ഞാൽ അകത്ത്, ഉള്ളിലുള്ള ഇന്റർസെല്ലുലാർ സ്പേസിൽ കോശങ്ങൾക്കുള്ളിൽ എന്താകും, ടിഷ്യൂ ഇത് ഫ്ലൂയിഡ് നിറയും മീൻസ് വെള്ളം നിറയും. അപ്പൊ എന്താകും, ടിഷ്യൂ സെല്ലാകും. ടിഷ്യൂ സെല്ലാകാന്ന് പറഞ്ഞാൽ കലകള് നീര് വെക്കും. ഓക്കെ, അതിനെയാണ് എഡിമ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 91ാമത്തെ വേർഡ് ന്യൂട്രിയന്റ്. ന്യൂട്രിയന്റ്. ഓക്കെ, മീനിങ് നോക്കാം. എനി സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് ഡൈജസ്റ്റഡ്, അബ്സോർബ്ഡ് ആൻഡ് യൂസ്ഡ് ടു പ്രൊമോട്ട് ബോഡി ഫങ്ഷൻ. അതായത് ന്യൂട്രിയന്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പോഷകം. ഓക്കെ, ന്യൂട്രിയന്റ് എന്നുള്ള വേർഡ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ന്യൂട്രിയന്റ് എന്ന് പറഞ്ഞാൽ പോഷകം. ഓക്കെ, അതിന്റെ മീനിങ് ആണ് പറഞ്ഞത് എനി സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് ഡൈജസ്റ്റഡ്, അബ്സോർബ്ഡ് ആൻഡ് യൂസ്ഡ് ടു പ്രൊമോട്ട് ബോഡി ഫങ്ഷൻ. മീൻസ് നമ്മുടെ ശരീര പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്
ന്യൂട്രിയന്റ്. അതായത് ഡൈജസ്റ്റ് ആവുകയും ദഹിക്കുകയും അതുപോലെ തന്നെ ശരീരത്തിലോട്ട് വലിച്ചെടുക്കുകയും അല്ലെങ്കിൽ ആഗിരണം ചെയ്യുകയും ചെയ്യുന്ന വസ്തുക്കളെയാണ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. മീൻസ് നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ട് ഉള്ള വസ്തുക്കൾ, അതായത് ആ വസ്തുക്കളെ ദഹിക്കുകയും ചെയ്യുന്നു, അതിനുശേഷം നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നു, മീൻസ് ആഗിരണം ചെയ്യുക അല്ലെങ്കിൽ വലിച്ചെടുക്കുകയും ചെയ്യുന്ന വസ്തുക്കളെയാണ് ന്യൂട്രിയൻ എന്ന് പറയുന്നത്. ഇതെന്താണ്? പ്രൊമോട്ട് ബോഡി ഫങ്ഷൻസ് ആണ്. മീൻസ് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ന്യൂട്രിയൻ. നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ് ന്യൂട്രിയൻസ്. ഇത് ഡൈജസ്റ്റ് ആവുകയും അബ്സോർബ് ആവുകയും ചെയ്യുന്നു, മീൻസ് ദഹിക്കുകയും അതിനുശേഷം നമ്മുടെ ശരീരത്തിലോട്ട് വലിച്ചെടുക്കുകയും ചെയ്യുന്ന വസ്തുക്കളെയാണ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ടു പ്രൊമോട്ട് ബോഡി ഫങ്ഷൻസ്, നമ്മുടെ ശാരീരികമായ പ്രവർത്തനങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് ന്യൂട്രിയന്റിന്റെ ഫങ്ഷൻ. ഓക്കെ, അതാണ് ന്യൂട്രിയന്റ്. ഓക്കെ, 92ാമത്തെ വേർഡ് ഓസ്റ്റിയോ. ഓസ്റ്റിയോ, ഇതിന്റെയൊക്കെ സ്പെല്ലിംഗ് എല്ലാം നിങ്ങൾ വാട്സപ്പിൽ നിന്ന് നോക്കി എഴുതാം കേട്ടോ. ഓക്കെ, ഓസ്റ്റിയോ എന്ന് പറഞ്ഞാൽ മീനിങ് ബോൺ. ഓസ്റ്റിയോപോറസിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഇനിയുള്ള ക്ലാസ്സിലൊക്കെ പഠിക്കും. അപ്പൊ ഓസ്റ്റിയോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിലേറ്റഡ് ടു ബോൺ. ബോൺ എന്ന് പറഞ്ഞാൽ എല്ല്. ഓക്കെ, ഓസ്റ്റിയോ എന്നുള്ള വേർഡ് എല്ലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ബോണുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, 93ാമത്തെ വേർഡ് ബൈലാറ്ററൽ. 93ാമത്തെ വേർഡ് ബൈലാറ്ററൽ. ബൈലാറ്ററൽ, യൂണിലാറ്ററൽ എന്നൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഒന്നുകൂടി പറയാം. ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഹാവിംഗ് ഓർ റിലേറ്റിംഗ് ടു ടു സൈഡ്സ് അഫക്റ്റിംഗ് ബോത്ത് സൈഡ്സ്. അതായത് ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിനെയും സൂചിപ്പിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നാൽ രണ്ട് ഭാഗത്തെയും അഫക്ട് ചെയ്തു എന്നൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബൈലാറ്ററൽ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. ഹാവിംഗ് ഓർ റിലേറ്റിംഗ് ടു ടു സൈഡ് അല്ലെങ്കിൽ അഫക്റ്റിംഗ് ബോത്ത് സൈഡ്. ഓക്കെ, അതായത് രണ്ട് സൈഡിനെയും അഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ രണ്ട് സൈഡിനെയും മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ബൈലാറ്ററൽ. ഓക്കെ, 94ാമത്തെ വേർഡ് യൂണിലാറ്ററൽ. യൂണിലാറ്ററൽ എന്ന് പറഞ്ഞാൽ റിലേറ്റിംഗ് ടു ഓർ അഫക്റ്റിംഗ് ഓൺലി വൺ സൈഡ്. അതായത് യൂണിലാറ്ററൽ എന്ന് പറഞ്ഞാൽ നേരെ മറിച്ച്, അതായത് ഒറ്റ സൈഡിനെ മാത്രം മെൻഷൻ ചെയ്യാം, ഏതെങ്കിലും ഒരു വശത്തെ മാത്രം അഫക്ട് ചെയ്ത കാര്യത്തെ മെൻഷൻ ചെയ്യാനാണ് യൂണിലാറ്ററൽ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം. ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ്സിനെയും അഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ രണ്ട് സൈഡിനെയും മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബൈലാറ്ററൽ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. യൂണിലാറ്ററൽ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത് റിലേറ്റിംഗ് ടു ഓർ അഫക്റ്റിംഗ് ഓൺലി വൺ സൈഡ്, വൺ സൈഡിനെ മാത്രം അഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വൺ സൈഡിനെ മാത്രം മെൻഷൻ ചെയ്യാനാണ് യൂണിലാറ്ററൽ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, 95ാമത്തെ വേർഡിലോട്ട് പോകാം. 95ാമത്തെ വേർഡ് പോളി. പോളി. ഓക്കെ, പോളി മീനിങ് എന്ന് പറഞ്ഞാൽ മെനി അല്ലെങ്കിൽ മച്ച്. പോളി എന്ന് പറഞ്ഞാൽ കൂടുതൽ. ഓക്കെ, മെനി അല്ലെങ്കിൽ മച്ച് മീൻസ് കൂടുതൽ എന്നുള്ളത്, കൂടുതലായിട്ടുള്ളതിനെ സൂചിപ്പിക്കാനാണ് പോളി എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, 96ാമത്തെ വേർഡ് മോണോ. മോണോ എന്ന് പറഞ്ഞാൽ വണ്ണ് അല്ലെങ്കിൽ സിംഗിൾ അല്ലെങ്കിൽ എലോൺ, അതായത് ഒറ്റ കാര്യത്തെ സൂചിപ്പിക്കാൻ. മോണോ എന്ന് പറഞ്ഞാൽ ഒന്നെന്നുള്ളതിനെ മെൻഷൻ ചെയ്യാൻ അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടുള്ളതിനെ മെൻഷൻ ചെയ്യാനാണ് മോണോ. പോളി എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ കൂട്ടമായിട്ടുള്ളതിനെയൊക്കെ മെൻഷൻ ചെയ്യാനാണ് പോളി. മോണോ എന്ന് പറഞ്ഞാൽ ഒന്ന് അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ളതിനെയൊക്കെ മെൻഷൻ ചെയ്യാനാണ് മോണോ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, 97ാമത്തെ വേർഡ് ഹോമോജീനസ്. ഹോമോജീനസ് എന്ന് പറഞ്ഞാൽ ഓഫ് ദ സെയിം കൈൻഡ്. ഓക്കെ, അതായത് ഇപ്പൊ എന്താ പറയാ, ഹോമോജീനസ് ഹെട്രോജീനസ് ഒക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതായിരിക്കും. ഹോമോജീനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ എന്താ പറയാ, വെള്ളം, പച്ചവെള്ളം. ഓക്കെ, പച്ചവെള്ളം നമ്മളിപ്പം പച്ചവെള്ളത്തിന്റെ എവിടെ നിന്ന് മീൻസ് ഇപ്പം എന്താ പറയാ, പച്ചവെള്ളത്തിന് ഒരേ സ്വഭാവമാണ്, മീൻസ് ഒരേ ടേസ്റ്റ് ആണ് എപ്പോഴും. ഓക്കെ, അതിന്റെ ഏത് ഭാഗത്ത് നമ്മൾ എടുത്തു കുടിച്ചാലും ഒരേ ടേസ്റ്റ് ആണ്, മീൻസ് ഒരേ സ്വഭാവമാണ് അതിനുള്ളത്. ഓക്കെ, സെയിം കൈൻഡ് ആണുള്ളത്. അതാണ് ഹോമോജീനസിന് എക്സാമ്പിൾ. ഒരേ സ്വഭാവമുള്ളതിനെ മെൻഷൻ ചെയ്യാനാണ് ഹോമോജീനസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, 98ാമത്തെ വേർഡ് ഹെട്രോജീനസ്. ഹെട്രോജീനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവൈസ് ഇൻ ക്യാരക്ടർ ഓർ കണ്ടന്റ്. ഹെട്രോജീനസിൽ എന്താണ്, വ്യത്യസ്ത സ്വഭാവമായിരിക്കും. എക്സാമ്പിൾ ഇപ്പൊ മിക്സർ എടുത്ത് കഴിക്കുന്നു. മിക്സറിൽ കടലയ്ക്ക് ഒരു ടേസ്റ്റ് ആണ്, അല്ലെങ്കിൽ എന്താ പറയാ, അതിൽ കരിയാപ്പിലയ്ക്ക് വേറൊരു ടേസ്റ്റ് ആണ്. അങ്ങനെ എന്താ പറയാ, അതിൽ അടങ്ങിയിരിക്കുന്ന ഓരോ കണ്ടന്റ്സിനും വേറെ വേറെ സ്വഭാവങ്ങളാണുള്ളത്. ഓക്കെ, അങ്ങനെയുള്ളതിനെ മെൻഷൻ ചെയ്യാനാണ് ഹെട്രോജീനസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. ഹോമോജീനസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത് ഓഫ് ദി സെയിം കൈൻഡ്, ഒരേ സ്വഭാവമുള്ളതിനെ മെൻഷൻ ചെയ്യാൻ ഹോമോജീനസ് എന്നുള്ള വേർഡും യൂസ് ചെയ്യുന്നു. ഹെട്രോജീനസ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത സ്വഭാവമുള്ളതിനെ മെൻഷൻ ചെയ്യാൻ ഹെട്രോജീനസ് എന്നുള്ള വേർഡും യൂസ് ചെയ്യുന്നത്. ഓക്കെ, 99ാമത്തെ വേർഡ് ബയോ. ഓക്കെ, ബയോ എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു ലൈഫ്. ഓക്കെ, അതായത് ജീവനുമായിട്ട് അല്ലെങ്കിൽ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതിനെ മെൻഷൻ ചെയ്യാൻ സൂചിപ്പിക്കുന്നതാണ് ബയോ.
ഓക്കെ. ബയോളജി എന്ന് പറഞ്ഞാൽ ജീവശാസ്ത്രം. ഓക്കെ ഓക്കെ. അതായത് ബയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേറ്റഡ് ടു ലൈഫ്. ഓക്കെ. ബയോ എന്നുള്ള വേർഡ് എവിടെ യൂസ് ചെയ്താലും ഇറ്റ്സ് റിലേറ്റഡ് ടു ലൈഫ്. അതായത് ജീവനുമായിട്ട് അല്ലെങ്കിൽ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതിനെ മെൻഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡാണ് ബയോ. ഓക്കെ ഓക്കെ. നമുക്ക് ലാസ്റ്റ് 100. ഓക്കെ. ഹ്യൂമൻ ബോഡി. എന്താണ് ഹ്യൂമൻ ബോഡി? ഓക്കെ, അതാണ് പറയാൻ പോകുന്നത്. ഇറ്റ് ഈസ് എ കോംപ്ലക്സ് ബയോളജിക്കൽ സിസ്റ്റം. ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരം. ഓക്കെ, അതെന്താണെന്നാണ് ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ കോംപ്ലക്സ് ബയോളജിക്കൽ സിസ്റ്റം ഇൻവോൾവിംഗ് സെൽസ്, ടിഷ്യൂസ്, ഓർഗൻസ് ആൻഡ് സിസ്റ്റംസ് ഓൾ വർക്കിംഗ് ടുഗദർ ടു മേക്ക് അപ്പ് എ ഹ്യൂമൻ ബോഡി. അതായത് ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ മനുഷ്യ ശരീരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോംപ്ലക്സ് ബയോളജിക്കൽ സിസ്റ്റം ആണ്. കോംപ്ലക്സ് ബയോളജിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ജൈവിക വ്യവസ്ഥയാണ് മനുഷ്യ ശരീരം. വളരെ മീൻസ് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ജൈവികമായ വ്യവസ്ഥയാണ് ഹ്യൂമൻ ബോഡി. ഇതിൽ ഇനി എന്തൊക്കെയാണ് ഇൻവോൾവിംഗ്, ഇതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നാണ് പറയുന്നത്. സെൽസ് ഉണ്ട്, കോശങ്ങളുണ്ട്, ദെൻ ടിഷ്യൂസ് കലകളുണ്ട്, ദെൻ ഓർഗൻസ് അവയവങ്ങളുണ്ട്, ആൻഡ് സിസ്റ്റംസ് മീൻസ് ഓരോ വ്യവസ്ഥകൾ. സിസ്റ്റം എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, അങ്ങനെ നമ്മൾ പഠിക്കും. അതെല്ലാം നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കും. അതായത് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യുൽപാദന വ്യവസ്ഥ, ശ്വസന വ്യവസ്ഥ, ദഹന വ്യവസ്ഥ, അതൊക്കെ ഇതെല്ലാം ചേരുന്നത്, ഇതെല്ലാം കൂടി ഒരുമിച്ച് ഓൾ വർക്കിംഗ് ടുഗദർ ടു മേക്കപ്പ് എ ഹ്യൂമൻ ബോഡി. ഇതെല്ലാം കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു ഹ്യൂമൻ ബോഡി ഡെവലപ്പ് ആവുക അല്ലെങ്കിൽ ഉണ്ടാവുകയുള്ളൂ. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം. ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരം. മനുഷ്യ ശരീരം എന്താണെന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണ്. ഇറ്റ് ഈസ് എ കോംപ്ലക്സ് ബയോളജിക്കൽ സിസ്റ്റം. അതായത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ജൈവിക വ്യവസ്ഥയാണിത്. ഇറ്റ് ഇൻവോൾവിംഗ് സെൽസ്, ടിഷ്യൂസ്, ഓർഗൻസ് ആൻഡ് സിസ്റ്റംസ് ഓൾ വർക്കിംഗ് ടുഗദർ ടു മേക്ക് അപ്പ് എ ഹ്യൂമൻ ബോഡി. അതായത് ഇതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽസ് ഉണ്ട്, മീൻസ് കോശങ്ങളുണ്ട്, ടിഷ്യൂസ് ഉണ്ട്, കലകളുണ്ട്, ദെൻ ഓർഗൻസ് അവയവങ്ങളുണ്ട്, ആൻഡ് സിസ്റ്റംസ് ഓരോ വ്യവസ്ഥകൾ ഉണ്ട്. ഇതെല്ലാം കൂടി ഓൾ വർക്കിംഗ് ടുഗദർ ടു മേക്കപ്പ് എ ഹ്യൂമൻ ബോഡി. ഇതെല്ലാം കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു ഹ്യൂമൻ ബോഡി ഉണ്ടാകത്തുള്ളൂ, മനുഷ്യ ശരീരം ഉണ്ടാവുകയുള്ളൂ. ഇസ് ഇറ്റ് ക്ലിയർ? ഇത്രയുമാണ് 100 വേർഡ്സ്. ഇന്നടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ റെസ്പോൺസ് ചെയ്യാം, എങ്കിൽ മാത്രമേ നമുക്ക് ക്ലാസ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. 98 ഇപ്പൊ റെസ്പോൺസ് ചെയ്ത ആൾ ഒന്നും കൂടി പറയാം. 98 പറയണ്ടേ? ഹെട്രോജീനസ്. ഓക്കെ, ഹെട്രോജീനസ് എന്ന് പറഞ്ഞാൽ ഡിവേഴ്സ് ഇൻ ക്യാരക്ടർ ഓർ കണ്ടന്റ്. അതായത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. മിക്സ്ചർ, നമ്മൾ കഴിക്കുന്ന മിക്സ്ചർ ഇല്ലേ, മിക്സ്ചറിന്റെ ഓരോ കണ്ടന്റ് എടുത്താലും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ്. മീൻസ് കടല എടുത്താൽ ഒരു ടേസ്റ്റ്, അതിലിട്ടിരിക്കുന്ന കരിയാപ്പില എടുത്താൽ വേറൊരു ടേസ്റ്റ്. മീൻസ് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹെട്രോജീനസ് എന്നുള്ള വേർഡ്. ക്ലിയർ ആയോ? വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളെ അല്ലെങ്കിൽ കണ്ടന്റിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഹെട്രോജീനസ്. ക്ലിയർ ആയോ? ഓക്കെ. ഏതാ? 90. ഓക്കെ. എഡിമ. ഓക്കെ, എഡിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീര് വെക്കുക. എഡിമ എന്ന് പറഞ്ഞാൽ നീര് വെക്കുക എന്നുള്ള അർത്ഥം. മലയാളത്തിൽ പറഞ്ഞാൽ നീര് വെക്കുക. ഓക്കെ, അതിന്റെ മീനിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. ടിഷ്യൂ സെല്ലിംഗ് ഡ്യൂ ടു കളക്ഷൻ ഓഫ് ഫ്ലൂയിഡ് ഇൻ ദ ഇന്റർ സെല്ലുലാർ സ്പേസ്. അതായത് കോശങ്ങൾക്കിടയിലുള്ള സ്പേസിൽ ഫ്ലൂയിഡ് മീൻസ് ഒരു ദ്രാവകം വന്നിട്ട് കളക്ട് ആകും, ശേഖരിക്കപ്പെടും. അങ്ങനെ എന്താകും? എക്സ്ട്രാ ആയിട്ട് ശേഖരിക്കപ്പെടും. അങ്ങനെ എന്താകും? നമ്മുടെ ടിഷ്യൂ സെല്ലാകും. ടിഷ്യൂ എന്ന് പറഞ്ഞാൽ കലകൾ, നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന കലകൾ എന്താകും? നീര് വെക്കും. അതിനെയാണ് എഡിമ എന്ന് പറയുന്നത്. അതായത് ഇന്റർ എന്ന് പറഞ്ഞാൽ ഇന്റർ സെല്ലുലാറും ഇൻട്രാ സെല്ലുലാറും ഒക്കെ എന്താ നമ്മൾ പഠിച്ചായിരുന്നു. ഇന്റർ സെല്ലുലാർ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ളത്, മീൻസ് കോശങ്ങൾക്കുള്ളിലുള്ള സ്ഥലത്ത് എന്താകും? കളക്ഷൻ ഓഫ് ഫ്ലൂയിഡ് വരും. മീൻസ് ഫ്ലൂയിഡ് വന്നിട്ട് നിറയും, മീൻസ് ദ്രാവകം വന്ന് നിറയും. അപ്പൊ നമ്മുടെ ടിഷ്യൂ എന്താകും? സെല്ലാകും, നീര് വെക്കും, കലകൾ നീര് വെക്കും. അതിനെയാണ് എഡിമ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? 81. ഓക്കെ. 81 എന്ന് പറഞ്ഞാൽ പോസ്റ്റ്, മീനിങ് ആഫ്റ്റർ. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ മീനിങ് ആഫ്റ്റർ, അതായത് ശേഷം. ശേഷം എന്നുള്ളതിനെ നമ്മൾ ഇനി അതായത് പോസ്റ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞു. എന്താ പറയാ, പോസ്റ്റ് ഗ്രാജുവേഷൻ എന്നുള്ള വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മീൻസ് നമ്മൾ ഡിഗ്രിക്ക് ശേഷം എന്നുള്ള ഒരു അർത്ഥം. ഇനി നമ്മൾ അനാട്ടമി ക്ലാസ്സിൽ പോസ്റ്റ് എന്നുള്ള വേർഡ് ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ, അതിന് ശേഷം എന്നുള്ളതിനെ മെൻഷൻ ചെയ്യാൻ.
ക്ലിയർ ആയോ? 82 പ്രീ. പ്രീ എന്ന് പറഞ്ഞാൽ മുമ്പ്, ബിഫോർ. പ്രീ എന്ന് പറഞ്ഞാൽ ബിഫോർ. പോസ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ്. പ്രീ എന്ന് പറഞ്ഞാൽ ബിഫോർ, മുമ്പ്, മുന്നേ ഉള്ള കാര്യങ്ങളെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രീ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. മുന്നേ ഉള്ള കാര്യങ്ങളെ മെൻഷൻ ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് 88. ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ്. ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലൂയിഡ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ബോഡി സെൽസ്. അതായത് കോശങ്ങൾക്ക് ഇടയിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡിനെ, ദ്രാവകത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓൾസോ നോൺ ആസ് ടിഷ്യൂ ഫ്ലൂയിഡ്. അതിന് വേറൊരു പേരും കൂടിയുണ്ട്, ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന്. ക്ലിയർ ആയോ? കോശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ദ്രാവകത്തെയാണ് ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അതിന് വേറൊരു പേരും കൂടി വിളിക്കും, ടിഷ്യൂ ഫ്ലൂയിഡ്. ഓക്കെ, നെക്സ്റ്റ് 89. 89 എന്ന് പറഞ്ഞാൽ ഹെമറേജ്. മീനിങ് പ്രൊഫ്യൂസ് ബ്ലഡ് ലോസ്. പ്രൊഫ്യൂസ് എന്ന് പറഞ്ഞാൽ ഒഴുക്കുക എന്നുള്ള അർത്ഥമാണ്. മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ലോസ് ആണ്. മീൻസ് രക്തം ഒഴുകി പോകുക എന്നുള്ള, മീൻസ് രക്തം നഷ്ടമാകുക എന്നുള്ള മീനിങ്. രക്തം നഷ്ടമാകുന്നതിനെയാണ് ഹെമറേജ് എന്ന് പറയുന്നത്. ബ്ലീഡിങ്, ബ്ലീഡിങ്ങിനെയാണ് ഹെമറേജ് എന്ന് പറയുന്നത്. യൂണിലാറ്ററൽ. ഓക്കെ, യൂണിലാറ്ററൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേറ്റിംഗ് ടു ഓർ അഫക്റ്റിംഗ് ഓൺലി വൺ സൈഡ്. അതായത് ഒരു സൈഡിനെ മാത്രം, ഒരു ഭാഗത്തെ കുറിച്ച് മാത്രം പഠിക്കുന്നതിനെ അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നതിനെയാണ് യൂണിലാറ്ററൽ എന്ന് പറഞ്ഞാൽ. ഒരു സൈഡിനെ കുറിച്ച് മാത്രം മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ബോഡി എത്രയാ? 76. 76 കോൺസ്റ്റിപ്പേഷൻ. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മലബന്ധനം. ഓക്കെ, മീൻസ് a condition in which there is difficulty in emptying the bowels. Bowels എന്ന് പറഞ്ഞാൽ ഉദരം അല്ലെങ്കിൽ കുടൽ എന്നുള്ള അർത്ഥം. മീൻസ് നമ്മുടെ കുടലിൽ നിന്ന് അല്ലെങ്കിൽ ഉദരത്തിൽ നിന്ന് നമുക്ക് വേസ്റ്റ് പ്രൊഡക്റ്റിനെ കാലിയാക്കാൻ, പുറന്തള്ളുന്നതിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കാലിയാക്കുന്നതിലുള്ള ബുദ്ധിമുട്ടിനെയാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് ഹാർഡൻഡ് ഫീസ്. ഫീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻസ് അതായത് കട്ടിയുള്ള സ്റ്റൂള്. ഫീസസ് എന്ന് പറഞ്ഞാൽ സ്റ്റൂളാണ്. നമ്മൾ ഓൾറെഡി അനാറ്റമിക്കൽ ടേംസിൽ പഠിച്ചിട്ടുണ്ട്. ഫീസസ് എന്ന് പറഞ്ഞാൽ സ്റ്റൂൾ. സ്റ്റൂൾ എന്ന് പറഞ്ഞാൽ മലം. അതായത് കട്ടിയായിട്ടുള്ള ഫീസസ് കാരണം അല്ലെങ്കിൽ സ്റ്റൂൾ കാരണം നമുക്ക് എന്താ പറയുക, നമ്മുടെ വേസ്റ്റ് പ്രൊഡക്റ്റിനെ നമുക്ക്, ഈ സ്റ്റൂളിനെ നമുക്ക് പാസ് ചെയ്യാൻ പറ്റത്തില്ല. പാസ് ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും, ഡിഫിക്കൽറ്റി ഉണ്ടാകും. അതിനെയാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്, മലബന്ധനം എന്ന് പറയുന്നത്. ക്ലിയർ? 79 റെസ്പിറേഷൻ. റെസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വസനം. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ശ്വസനം. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചാണ് ശ്വസനം. അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നതും ഓക്സിജനെ സ്വീകരിക്കുന്നതുമായ പ്രക്രിയ. ഓക്കെ, അതായത് മീനിങ് ദ ആക്ട് ഓഫ് ബ്രീത്തിങ്. ദ ആക്ട് ഓഫ് ബ്രീത്തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വസനത്തിന്റെ ആ പ്രവർത്തനത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയനെയാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്, ശ്വസനം എന്ന് പറയുന്നത്. 72 ഇൻട്ര. ഇൻട്ര എന്ന് പറഞ്ഞാൽ വിത്തിൻ, അതായത് ഉള്ളിലുള്ളതിന്. ഇപ്പൊ ഇൻട്രാ സെല്ലുലാർ. ഇൻട്രാ സെല്ലുലാർ എന്ന കോശത്തിനുള്ളിലുള്ള. ഓക്കെ, വിത്തിൻ. ഓക്കെ, അതിനെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഉള്ളിലുള്ള കാര്യങ്ങളെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഡൗട്ട് എല്ലാം ക്ലിയർ ആയോ? അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യും. ഓക്കെ, യൂണിറ്റ് 1 നമ്മൾ ഫസ്റ്റ് പഠിച്ചത് അനാട്ടമി. അനാട്ടമിന്റെ ഡെഫിനിഷൻ പഠിച്ചു. ഓക്കെ, ഡെഫിനിഷൻ: അനാട്ടമി ഇസ് ദ സ്റ്റഡി ഓഫ് ബോഡി സ്ട്രക്ചർ. അതായത് ബോഡി സ്ട്രക്ചറിനെ കുറിച്ചുള്ള പഠനമാണ് അനാട്ടമി. മീൻസ് ശരീരത്തിന്റെ രൂപത്തെ കുറിച്ചുള്ള പഠനമാണ് അനാട്ടമി. പിന്നെ നമ്മൾ പഠിച്ചു ഫിസിയോളജി. ഫിസിയോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ബോഡി ഫങ്ഷൻസ്. അതായത് ബോഡി ഫങ്ഷൻസിനെ കുറിച്ച്, ശരീരത്തിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ പ്രക്രിയകളെ കുറിച്ചുള്ള പഠനമാണ് ഫിസിയോളജി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു. പിന്നെ നമ്മൾ സ്കോപ്പ് ഓഫ് അനാട്ടമി ആൻഡ് ഫിസിയോളജി ആണ് പഠിച്ചത്. ദെൻ നമ്മൾ ഡെഫിനിഷൻസ് ഓഫ് വേരിയസ് ടേംസ് യൂസ്ഡ് ഇൻ അനാട്ടമി ആണ് പഠിച്ചത്. അതായത് നിങ്ങൾക്ക് എക്സാമിന് അനാട്ടമി ഡെഫിനിഷൻ, ഫിസിയോളജി ഡെഫിനിഷൻ, ദെൻ സ്കോപ്പ് ആൻഡ് അനാട്ടമി ഓഫ് ഫിസിയോളജി, ദെൻ ഈ 100 വേർഡ്സ് ഇവിടം വരെയാണ്, ഈ ഹ്യൂമൻ ബോഡി വരെയാണ് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടായിരിക്കുക. ക്ലിയർ ആയോ? ക്ലിയർ? ആരാണ് സ്ക്രീൻ ഷോ ചെയ്യുന്നത്? ക്ലിയർ ആയോ നിങ്ങൾക്ക്? എക്സാം അപ്പം നെക്സ്റ്റ് മൺഡേ എക്സാം. ഓക്കെ, ഈ 100 വേർഡ്സിൽ അല്ലെങ്കിൽ ഈ ഫസ്റ്റ് എടുത്ത സെക്ഷൻ തൊട്ട്
എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. നാളെ നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോകും. അടുത്ത ടോപ്പിക്ക് സെല്ലാണ്, കോശം. 70 തൊട്ടാ? ഓക്കെ. 70ാമത്തെ വേർഡ് ഹൈഡ്രോ. ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് ഓർ വാട്ടർ, അതായത് വെള്ളത്തെ സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ ദ്രാവകത്തെ സൂചിപ്പിക്കാനാണ് ഹൈഡ്രോ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. ഫ്ലൂയിഡ് ഓർ വാട്ടറിനെ മെൻഷൻ ചെയ്യാനാണ് ഹൈഡ്രോ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തത് ഇന്റർ. 71ാമത്തത് ഇന്റർ. ഇന്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിറ്റ്വീൻ. ഇന്റർ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ മീൻസ് രണ്ട് കാര്യങ്ങൾക്കിടയിലുള്ള അല്ലെങ്കിൽ മധ്യം, രണ്ട് കാര്യത്തിന് മധ്യേ ഉള്ളതിനെ മെൻഷൻ ചെയ്യാനാണ് ഇന്റർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. 72ാമത്തത് ഇൻട്ര. ഇൻട്ര എന്ന് പറഞ്ഞാൽ വിത്തിൻ മീൻസ് ഉള്ളിലുള്ള കാര്യത്തെ അല്ലെങ്കിൽ അകത്തുള്ള കാര്യത്തെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ 73ാമത്തത് മാൽ. മീനിങ് ഇല്ല് അല്ലെങ്കിൽ ബാഡ്. ഇല്ല് എന്ന് പറഞ്ഞാൽ ദോഷം അല്ലെങ്കിൽ ബാഡ് എന്ന് പറഞ്ഞാൽ ചീത്ത. മാൽ അബ്സോർപ്ഷൻ എന്നൊക്കെ പറയും. മാൽ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കറക്റ്റ് അല്ലാത്തൊരു ആഗിരണം എന്നൊക്കെ ഉള്ള അർത്ഥം. അതൊക്കെ നമ്മൾ എന്താ പറയുക നെക്സ്റ്റ് ക്ലാസ്സസിലൊക്കെ പഠിക്കും. മാൽ അബ്സോർപ്ഷൻ, മാൽ ന്യൂട്രീഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിക്കും. അപ്പൊ മാൽ എന്നുള്ള വേർഡ് ഇല്ല് അല്ലെങ്കിൽ ബാഡ് മീൻസ് ചീത്ത അല്ലെങ്കിൽ ദോഷം എന്നൊക്കെയുള്ള അർത്ഥം. ദെൻ 74ാമത്തെ വേർഡ് മൾട്ടി. മൾട്ടി എന്ന് പറഞ്ഞാൽ മെനി അല്ലെങ്കിൽ മോർ. ആരാണ് സ്ക്രീൻ ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അൻസില അബ്ബാസ്. ഓക്കെ ഓക്കെ. മൾട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെനി ഓർ മോർ, കൂടുതലുള്ളതിനെ സൂചിപ്പിക്കാൻ. ഓക്കെ, കൂടുതലുള്ളതിനെ സൂചിപ്പിക്കാനാണ് മൾട്ടി എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇനി മൾട്ടി സെല്ലുലാർ, മൾട്ടി ലെയേഴ്സ് എന്നൊക്കെ പറഞ്ഞൊക്കെ പഠിക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ മൾട്ടി എന്ന് പറഞ്ഞാൽ മെനി അല്ലെങ്കിൽ മോർ എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ. നെക്സ്റ്റ് 75ാമത്തെ വേർഡ് സെല്ലാണ്. സെൽ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്, അതായത് മനുഷ്യ ജീവിതത്തിന് മീൻസ് ജീവിതത്തിന്റെ സ്ട്രക്ചറൽ ആയിട്ടുള്ളയും അതുപോലെ തന്നെ ഫങ്ഷണൽ ആയിട്ടുള്ളയും കേന്ദ്രമാണ് സെല്ല്. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ രൂപപരമായിട്ടും ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ധർമ്മപരമായിട്ടും. രൂപപരമായിട്ടും ധർമ്മപരമായിട്ടുമുള്ള ജീവിതത്തിന്റെ കേന്ദ്രമാണ് സെല്ല്. ഇത് എക്സാമിനൊക്കെ വൺ വേർഡിൽ എപ്പോഴും ചോദിക്കുന്നതാണ്. സെല്ല്. സെല്ല് എന്ന് പറഞ്ഞാൽ ലൈഫിന്റെ ജീവിതത്തിന്റെ സ്ട്രക്ചറലായിട്ടും ഫങ്ഷണൽ ആയിട്ടുള്ള യൂണിറ്റ് മീൻസ് ജീവിതത്തിന്റെ എന്താ പറയുക രൂപപരമായിട്ടും ധർമ്മപരമായിട്ടുമുള്ള കേന്ദ്രമാണ് സെല്ല്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ടോപ്പിക് സെല്ലിനെ കുറിച്ചാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് സെല്ലിനെ കുറിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് വരുമ്പോൾ. ഓക്കെ, ഇനി എന്താ ഡൗട്ട് ഉള്ളത് വേഗം ചോദിക്കാം. എക്സാമിന്റെ പാറ്റേൺ ഒക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ? തൊണ്ണൂറ്റി 95 എന്ന് പറഞ്ഞാൽ പോളി. പോളി മീനിങ് മെനി അല്ലെങ്കിൽ മച്ച്. നേരത്തെ നമ്മളിവിടെ മൾട്ടി എന്നുള്ള ഇത് തന്നെ അതേ മീനിങ് തന്നെയാണ് വരുന്നത് പോളിയിലോട്ടും. മെനി അല്ലെങ്കിൽ മച്ച് മീൻസ് കൂടുതലുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടി മെൻഷൻ ചെയ്യുന്നതാണ് പോളി എന്നുള്ള വേർഡ്. നെക്സ്റ്റ് ചോദിച്ച നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് ചോദിക്കാം. ഇപ്പൊ ക്ലിയർ ചെയ്യണം, കാരണം ഇത്രയുമാണ് നിങ്ങളുടെ മൺഡേ ഉള്ള എക്സാമിന്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ മീൻസ് നാളെ പുതിയ ടോപ്പിക്കിലോട്ട് പോകും. സെൽ എന്ന് പറഞ്ഞ പുതിയ ടോപ്പിക്കിലോട്ട് പോകും. ഓക്കെ, ഏതാ? 27. 27 എന്ന് പറഞ്ഞാൽ തൊറാസിക്. തൊറാസിക് മീനിങ് ചെസ്റ്റ് മീൻസ് നെഞ്ച്. നെഞ്ച് എന്നുള്ള വേർഡിനെ യൂസ് ചെയ്യുന്നതാണ് തൊറാസിക്. തൊറാസിക് എന്നാണ് നമ്മൾ അനാട്ടമിയിൽ യൂസ് ചെയ്യുക. ബോഡി പാർട്ട് ഏതാണ്? ചെസ്റ്റ് മീൻസ് നെഞ്ച്. നെക്സ്റ്റ് എത്രയാ? 39. കേൾക്കുന്നില്ല. ആരിപ്പോ റെസ്പോൺസ് ചെയ്തേ? 39. മാലിഗ്നന്റ്. മാലിഗ്നന്റ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ മീൻസ് ക്യാൻസർ ആയിട്ടുള്ള ക്യാൻസറിനെ സൂചിപ്പിക്കുന്നതാണ് മാലിഗ്നന്റ്. മീൻസ് നമ്മളിപ്പം ഹോസ്പിറ്റൽ സൈഡിൽ പോവുകയാണ്. അപ്പൊ നമുക്കൊരു മുഴയുണ്ട് മീൻസ് ട്യൂമർ ഉണ്ട്. ട്യൂമറുമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റിന് ശേഷം അതിൽ എഴുതും മാലിഗ്നന്റ് ട്യൂമർ അല്ലെങ്കിൽ ബിനൈൻ ട്യൂമർ എന്ന് നമ്മുടെ ടെസ്റ്റിന്റെ
മീൻസ് നമ്മൾ ഒരു മുഴയായിട്ട് ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിൽ മുഴയുമായിട്ട് ട്യൂമറുമായിട്ട് പോവുകയാണ്, ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അതിൽ എഴുതും, മീൻസ് റിസൾട്ടിൽ എഴുതും ബിനൈൻ ട്യൂമർ അല്ലെങ്കിൽ മാലിഗ്നന്റ് ട്യൂമർ എന്ന് എഴുതും. ബിനൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസർ അല്ല, മീൻസ് നമുക്ക് ട്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്ത് വേഗം തന്നെ മാറ്റാം. മാലിഗ്നന്റ് എന്ന് പറഞ്ഞാൽ അത് ക്യാൻസർ ആയിരിക്കും, മീൻസ് അതിന് ഒരുപാട് ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളെല്ലാം ആവശ്യമാണ്. ഓക്കെ, മാലിഗ്നന്റ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ ആയിട്ടുള്ളത്, ബിനൈൻ എന്ന് പറഞ്ഞാൽ ക്യാൻസർ അല്ലാത്തത്. ഓക്കെ, നെക്സ്റ്റ്. ചോദിക്കും, നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ജാഷിറ. 48. 48 എന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രിക് ഓഫ് ദി സ്റ്റൊമക്. മീൻസ് ഗ്യാസ്ട്രിക് എന്നുള്ള വേർഡ് എവിടെ കേട്ടാലും അത് സ്റ്റൊമക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്, മീൻസ് വയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഗ്യാസ്ട്രിക് എന്നുള്ള വേർഡ് ഓഫ് ദി സ്റ്റൊമക്, വയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, നെക്സ്റ്റ്. 43. 43 എന്ന് പറഞ്ഞാൽ ഫീസസ്, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സ്റ്റൂള്, മലം എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അതായത് മീനിങ് വേസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് ഡൈജഷൻ എക്സ്ക്രീറ്റഡ് ത്രൂ ദ ഏനസ്. അതായത് ദഹനം, ഡൈജഷൻ എന്ന് പറഞ്ഞാൽ ദഹനം നടന്നതിന് ശേഷം ഉണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്റ്റ് ഏനസ് എന്ന ഭാഗത്ത് കൂടി പുറന്തള്ളുന്നതിനെയാണ് ഫീസസ് എന്ന് പറയുന്നത്. ഏനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലദ്വാരം, മലദ്വാരത്തിൽ കൂടെ ദഹനം നടന്നതിന് ശേഷം ഉണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്റ്റ് എക്സ്ക്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പുറന്തള്ളുന്നതിനെയാണ് ഫീസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫീസസ് എന്ന് പറഞ്ഞാൽ സ്റ്റൂള്, മലം എന്നുള്ള അർത്ഥം. ഓക്കെ, നെക്സ്റ്റ്. ഈ 100 വേർഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 100 വേർഡ്സ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ബൈ ഹാർട്ട് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് പഠിക്കുക. മീൻസ് ഇനിയുള്ള ക്ലാസ്സുകളിലൊക്കെ ഈ ടേം വരും. ഈ ടേം വരുമ്പം അപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത് പറയണം. ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്നൊന്നും പിന്നീടുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഈ അറ്റ്ലീസ്റ്റ് ഈ 100 വേർഡ്സ് കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് എക്സാം ഈ 100 വേർഡ്സ് കഴിയുമ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് വേഗം കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ യൂണിറ്റ് ഫസ്റ്റ് കഴിഞ്ഞിട്ടില്ല, യൂണിറ്റ് ഫസ്റ്റ് ഇനിയും കിടക്കുകയാണ്. അപ്പം ജസ്റ്റ് ഈ 100 വേർഡ്സ് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എക്സാം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. 58. ഓക്കെ, 58 പൾമനറി. പൾമനറി എന്ന് പറഞ്ഞാൽ ഓഫ് ദി ലങ്സ്, ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ടതിനെ സൂചിപ്പിക്കുന്നതാണ് പൾമനറി. ലങ്സ് എന്ന് പറഞ്ഞാൽ ശ്വാസകോശം, ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ടതിനെ മെൻഷൻ ചെയ്യാനാണ് പൾമനറി എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഏതാ? പന്ത്രണ്ടാമത്തെ ആണോ? ആ, ഡീപ്പ് എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ളതിനെ മെൻഷൻ ചെയ്യാൻ. അതായത് ബ്രെയിന്, ഹാർട്ട് ഇതൊക്കെ എന്താണ് ഡീപ്പ് ആണ്. ഓക്കെ, സൂപ്പർഫിഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസ്, ഇയർ ഇതൊക്കെ സൂപ്പർഫിഷ്യൽ ആണ്, പുറമേ ഉള്ളതാണ്. ഡീപ്പ് എന്ന് പറഞ്ഞാൽ അകത്തുള്ളത്. നെക്സ്റ്റ്. ഡൗട്ട് കഴിഞ്ഞോ നിങ്ങളുടെ ഡൗട്ട്സ്? അപ്പൊ നിങ്ങൾ അനാട്ടമീന്റെ ഡെഫിനിഷൻ തൊട്ടിട്ട് ഈ 100 വേർഡ്സ് വരെ പഠിക്കുക. നാളെ നമുക്ക് പുതിയ ടോപ്പിക്കിലോട്ട് പോകാം. മീൻസ് പുതിയ ടോപ്പിക്ക് സെല്ല്. ഓക്കെ, അതിലോട്ട് പോകാം. ഓക്കെ, നോട്ട് ഞാൻ വൈകുന്നേരം വാട്സപ്പ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ടൈം ആയിട്ടുണ്ട്, നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം എല്ലാവരും ഇന്ന് പഠിക്കുക, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മസ്റ്റ് ആയിട്ട് ഈ 100 വേർഡ്സ് പഠിക്കുക. ഓക്കെ, ബൈ.